മന്ത്രിസഭാ യോഗത്തിൽ നമ്മുടെ കോളേജുകളിൽ പ്രൊഫഷണൽ കലാലയങ്ങളിലെല്ലാം റാഗിംഗ് വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായി. നമ്മുടെ മാനിഫെസ്റ്റോയിലും പിന്നീട് ബജറ്റിലും എല്ലാം വയനാട് മരണമടഞ്ഞ സിദ്ധാർത്ഥിൻ്റെ പേരിലുള്ള ഒരു റാഗിംഗ് നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു. ഇങ്ങനെയുള്ള പരാതികൾ വരുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തു. രണ്ടാമത് നമുക്ക് ഓണക്കാലമാണ്. പരമ്പരാഗത മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ കയർ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ആ കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ക്യാമ്പയിൻ സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളുമെല്ലാം ഏതെങ്കിലും ഒരു കയർ ഉൽപ്പന്നം വാങ്ങിക്കണം. ഓണക്കാലത്ത് കയറിൻ്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിൻ്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള തീരുമാനങ്ങളെല്ലാം അതാത് ഫയലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളാണ്. നമുക്കറിയാം, ഇന്നലെ ഡൽഹിയിൽ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെയും AICCയുടെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ MP-യുമായ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെ കർണാടക മുഖ്യമന്ത്രി ശ്രീ DK ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ, നമ്മുടെ മന്ത്രി ശ്രീ വിശ്വനാഥും നമ്മുടെ MP-മാരും ഉൾപ്പെടെയുള്ള ആളുകളെ വളരെ മോശമായ രീതിയിലാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കിയത്. ശക്തമായ ബലപ്രയോഗമാണ് അവർക്കെതിരെ നടത്തിയത്. അതിൻ്റെ തലേ ദിവസം ഈ നീറ്റ് വിഷയത്തിൽ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളോടും ക്രൂരമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതിൻ്റെ ആവർത്തനമാണ് ഇന്നലെ ഡൽഹിയിൽ കണ്ടത്. അതിലുള്ള അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഈ സമരം മുന്നോട്ട് പോകും. കാരണം നിരവധി കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്, നിരവധി കുട്ടികൾ. എന്നിട്ടും ഇതിൽ ഉത്തരവാദികളായ ആളുകൾക്കെതിരായ കൃത്യമായ നടപടികൾ എടുക്കാതെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഒരു കാരണവശാലും വെച്ചു പൊറപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇന്നലെ ഡൽഹിയിൽ നടന്നത്. ശരിക്കും നരനായാട്ട് പോലുള്ളൊരു കാര്യമാണ്. അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം രാജ്യത്തെമ്പാടും ഉയരുമ്പോൾ കേരളത്തിലും അതുണ്ടാകും. കേരളത്തിലെ നിയമസഭയും ഇത് സംബന്ധിച്ച ഒരു പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിന് അയച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് നീതിയുക്തമായ രീതിയിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പോരാട്ടത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവും, സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാവും. അല്ല, വാർത്താ സമ്മേളനത്തിൽ വരുന്നില്ല. അത് റിപ്പോർട്ട് തരുമ്പോൾ പരിഗണിക്കും. റിപ്പോർട്ട് നിങ്ങൾ കേട്ടല്ലേ, ഞാൻ പറഞ്ഞില്ല. റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വരുമ്പോൾ മന്ത്രിസഭാ യോഗം പരിഗണിക്കും. റിപ്പോർട്ട് വരുമ്പോൾ ഇല്ല, അത് അവിടെ ഉന്നയിച്ചാൽ അതിന് നമ്മുടെ നിലപാട് നമ്മളവിടെ പറയും. നമ്മൾ എന്ത് നടപടിയാണ് ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത് വിശദമാക്കും കേന്ദ്രമന്ത്രിയുടെ യോഗത്തിൽ. അല്ല, ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു. KSU കോൺഗ്രസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ വന്ന് സംസാരിച്ചു. അവർ പറയുന്ന പരാതികൾ ഞങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടു. അതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്ലാരിഫിക്കേഷൻ എന്താ അതിൻ്റെ കാരണം എന്ന് അവരോട് വിശദീകരിച്ചു. പിന്നെ നിങ്ങൾ പ്രചരണം നടത്തിയത് മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി കൊടുക്കുന്നില്ലെന്ന് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാനായി. ആർക്കും വന്ന് എന്നെ കാണാം, അതിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ആയിരക്കണക്കിന് ആളുകളാണ് കാണാൻ വരുന്നത്. 10,000-കണക്കിന് പരാതികളാണ് കിട്ടുന്നത്. ആ പരാതികൾ പരിഹരിക്കാനുള്ള സംവിധാനവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെയ്തിട്ടുണ്ട്. ആർക്കും വേണമെങ്കിൽ ഒരാൾക്കും എൻ്റെ ഓഫീസ് ഇതുവരെ അനുമതി നിഷേധിച്ചിട്ടില്ല. നിങ്ങൾ പല വാർത്തകളും കൊടുത്തു അനുമതി നിഷേധിച്ചത്. ഇത് ശരിയല്ല. കാരണം ഒരു വ്യക്തിക്ക് കാണാൻ പറ്റാവുന്നതിൻ്റെയൊക്കെ അപ്പുറത്താണ് ആളുകളെ കാണുന്നത്.
തീരെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരികയാണ്. വിവിധ സംഘടനകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ആളുകൾ വരികയാണ്. 10 വർഷത്തിന് ശേഷമുണ്ടായ ഒരു ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയിലെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ആളുകൾ, ആശ്രിത നിയമനത്തിന് വേണ്ടി വരുന്ന ആളുകൾ, ബാങ്ക് ജപ്തിയുമായി വരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളെ മുതൽ പ്രധാനപ്പെട്ട ആളുകളെ വരെ, ബാങ്കുകളുടെ പ്രതിനിധികൾ, സംഘടനകളുടെ പ്രതിനിധികൾ, കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി താല്പര്യമായിട്ട് വരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും കാണുന്നുണ്ട്. ഞാൻ ആരെയും കാണുന്നില്ലെന്നോ എൻ്റെ ഓഫീസ് ആർക്കെങ്കിലും അനുമതി നിഷേധിച്ചെന്നോ നിങ്ങൾ ദയവ് ചെയ്ത് വാർത്ത കൊടുക്കരുത്. അത് തെറ്റാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. ഞാൻ മാത്രമല്ല, അവിടെ മാധ്യമങ്ങളുടെ മുമ്പിലാണ് ഞാൻ ഇറങ്ങി വന്നിട്ട് 2:50 തേവര കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. 3 മണിക്ക് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണ്, റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം. 2:50 അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ 3 മണിക്ക് കൃത്യം എത്തുള്ളൂ. ഞാൻ ഏറ്റവും വേഗത്തിൽ, വളരെ വേഗത്തിൽ നടന്ന് വണ്ടിയിൽ കയറി അവിടെ എത്തുകയായിരുന്നു. KSU പ്രസിഡന്റിനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ജില്ലക്കാരനായിരുന്നു, എൻ്റെ ജില്ലയിലെ KSU പ്രസിഡന്റ് ആയിരുന്ന ആളെ കണ്ടിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല എന്നുള്ളൊരു വാർത്ത. ഞാൻ നിൽക്കുന്നൊരു ഫ്രെയിമിൽ അദ്ദേഹം ഉണ്ട്. ഞാൻ പിന്നീടാണ് കാണുന്നത്. മാത്രമല്ല, അന്ന് രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഞാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിലുണ്ട് എന്നുകൂടി എൻ്റെ ഓഫീസ് അദ്ദേഹത്തെ അറിയിച്ചത്. ഇത് 2 മണിക്കാണ് ഈ പരിപാടി. തേവര കോളേജിൽ നടന്ന പരിപാടി 2 മണിക്കാണ്. 10 മണി മുതൽ 1 മണി വരെ ഞാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഉണ്ട് എന്നുകൂടി അവരെ അറിയിച്ചു. അതൊക്കെ തെറ്റായ വാർത്തകളാണ്. അതല്ലേ ഞാൻ വളരെ ക്ലിയർ ചെയ്ത് പറഞ്ഞത്. ഇനിയുള്ള കാലത്തേക്ക് കൂടിയല്ല പറഞ്ഞത്. ഒരാൾക്കും അനുമതി നിഷേധിച്ചിട്ടില്ല, ഞാനോ എൻ്റെ ഓഫീസോ. നിഷേധിക്കുകയില്ല. ഒരു കാരണവശാലും നിഷേധിക്കും. എല്ലാവർക്കും വന്ന് കാണാം. ഞാൻ അതുകൊണ്ടല്ലേ ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾ വന്ന് എന്നെ കണ്ടപ്പോൾ അത് വിവാദമാക്കാൻ ശ്രമിച്ചു. എല്ലാ സംഘടനകളിൽപ്പെട്ട ആളുകൾ വന്ന്, ഇന്നിപ്പോൾ SFIയുടെ പ്രതിനിധികൾ ചോദിച്ചിട്ടുണ്ട്, അവസരം ചോദിച്ചിട്ടുണ്ട്. NGOs യൂണിയൻ്റെ ആളുകൾ വന്നിരുന്നു, KSTയുടെ ആളുകൾ വന്നിരുന്നു, അവരുടെ ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ആളുകൾ വന്നിരുന്നു കാണാം. എല്ലാവർക്കും അനുമതി കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അനുമതി കൊടുക്കും. MLA മാർ എല്ലാവരും വന്ന് കാണുമല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ നിഷേധിക്കപ്പെടേണ്ട ഒരു സ്ഥലമല്ലേ. അതൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ലോ കോളേജിലെ യൂണിറ്റിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലോ കോളേജിലെ യൂണിറ്റ് അല്ല ഗവൺമെന്റ് പ്രീഡർമാരെ തീരുമാനിക്കുന്ന ഒരു വാചകം ഞാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടല്ലോ, ഇറ്റ്സ് ഓൺ റെക്കോർഡ് ഞാൻ പറഞ്ഞ കാര്യം. ഞാൻ KSUവിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്. ലോ കോളേജ് KSU യൂണിറ്റിനെ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലോ കോളേജ് KSU യൂണിറ്റിനോട് ചോദിച്ചിട്ട് ഗവൺമെന്റ് പ്രീഡറെ വയ്ക്കാൻ പറ്റുമോ? അത് നിങ്ങൾ ഗവൺമെന്റ് പ്രീഡർമാരുടെ നിയമനം 140-ലധികം ഗവൺമെന്റ് പ്രീഡർമാരുടെ നിയമനം വന്നിട്ടുണ്ട്. 2 പരാതി വന്നു. അതിൽ ഒരു പരാതി ഇപ്പം തന്നെ പിൻവലിച്ചു. ഒരു പരാതിയാണ്. ഇത്രയല്ലേ വന്നിട്ടുള്ളൂ. നിങ്ങൾ ഇതിനു മുൻപ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഗവൺമെന്റ് പ്രീഡർമാരെ വെച്ചതും അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഗവൺമെന്റ് പ്രീഡർമാരെ വെച്ചതൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക് നിങ്ങൾ. പിന്നെ നമുക്ക് അവിടെ AGയുടെ ഓഫീസും DGPയുടെ ഓഫീസും ഒക്കെ പറയുന്ന അഭിഭാഷകരെ കൂടി നമുക്ക് അവിടെ വെക്കേണ്ടി വരും, പല കാരണങ്ങളും ഉണ്ട്. നീ ചോദിക്കും, വേറെ എന്തെങ്കിലും ചോദിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇനി വേറെ ചോദ്യം ചോദിക്കും. താങ്കൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ദേശാഭിമാനി മാത്രം ചോദിച്ചാൽ പോരാ. നോ, നിങ്ങൾ ചോദിക്കും. അത് വീഴ്ച സംഭവിച്ചു എന്ന് പ്രാഥമികമായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണ സംഘത്തെ മാറ്റിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി അത് അന്വേഷിക്കാനുള്ള ചുമതലയായിട്ടുണ്ട്. ആർക്കെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിക്കും. ഞാൻ ആഭ്യന്തരമന്ത്രിയായിട്ട് ആ വിഷയം സംസാരിച്ചു. താങ്കൾ തന്നെ 5 ചോദ്യം ചോദിക്കല്ലേ പ്ലീസ്. ഞാൻ ചോദിക്കട്ടെ, വാർത്ത വന്ന എന്താ? ടാറ്റ ഈ ഗവൺമെന്റുമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നാണ് അല്ലേ? ടാറ്റയുടെ കമ്പനി വന്നിട്ട് ഞാനുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ചിത്രം വരെ പുറത്തു വിട്ടു. ഒരു കാര്യം തീരുമാനമാകാതെ കിടക്കുന്നുണ്ട്. അവരുടെ ഒരു വെസൽ ബിൽഡിങ്ങിൻ്റെ കാര്യം തീരുമാനമാകാതെ കിടക്കുന്നുണ്ട്. മലബാർ സിമൻസുമായി, കൊച്ചിൻ പോർട്ടുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ തീരുമാനമെടുത്തു. അവർ പോസിറ്റീവായ കമ്പനിയുടെ ആളുകൾ പ്രതികരിച്ചു. കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ ഉണ്ടാകാൻ അവർ വരണം എന്ന് നമ്മൾ പറഞ്ഞു. ഞാനത് വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് അവർ വരുന്നുണ്ട്, അവരുടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്,
പിന്നീടുള്ള പല പ്രശ്നങ്ങളും, അതായത് വ്യവസായ വകുപ്പിൽ തന്നെ 2 ഏജൻസികൾ തമ്മിലുള്ള ഒരു തർക്കം ഉണ്ടായിരുന്നു, കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ തുടങ്ങുന്നതിനെ സംബന്ധിച്ച്. അതൊക്കെ ഞങ്ങൾ 24 മണിക്കൂറിനകം തീരുമാനമെടുത്തു. ഓഷ്യനേറിയം കൊച്ചിയിൽ തുടങ്ങാനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു. ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം തുടങ്ങാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ബാക്കി ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് പല സ്ഥലങ്ങളിലും അവരുടെ പ്രപ്പോസലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്കണോമിക് മോഡലുകൾ എന്താണ് എന്ന് ഞങ്ങൾ ഗൗരവതരമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം തരത്തിലാണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിക്കണമോ, PPP മോഡൽ വേണമോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ല റെമിറ്റൻസ് ഇക്കോണമി ഇൻവെസ്റ്റേഴ്സ് ഇക്കോണമി ആക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ മലയാളികളായ പ്രവാസികളുടെ ഇൻവോൾവ്മെൻറ്റ് പെടുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മാരിടൈം പോളിസി തന്നെ വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നതിന് വളരെ വേഗത്തിലാണ് നടപടിക്രമങ്ങൾ പോകുന്നത്. നമ്മൾ ആദ്യഘട്ടത്തിൽ ഒരു 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിലും ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും വരില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ കണ്ടിട്ട് പോലും ഇല്ലെന്നാണ് ആ വാർത്ത വന്നത്. കണ്ടു എന്നുള്ളതിൻ്റെ ഇത് വ്യവസായ മന്ത്രി തന്നെ ആ ചിത്രം തന്നെ പുറത്തുവിട്ട് ഇഷ്ടംപോലെ ആളുകൾ, ധാരാളം ആളുകൾ കേരളത്തിന് പുറത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും ധാരാളം ആളുകൾ. പുതിയ പോളിസിയാണ് വന്നത്. പോർട്ട് സിറ്റിയുടെ ഏവിയേഷൻ ഹബിൻ്റെ MSME ആയിട്ട് ബന്ധപ്പെട്ടത്, സ്പേസ് ഇക്കോണമിയായിട്ട് ബന്ധപ്പെട്ടത് 4-5 പുതിയ വാതിലുകളാണ് കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി തുറന്നിരിക്കുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കൂടി കേരളത്തിൻ്റെ ഒരു ഭാവിയെ കരുതിയിട്ട് കൂടി നിങ്ങളൊരു അപ്രോച്ച് ഉണ്ടാകണമെന്ന് എൻ്റെ അഭ്യർത്ഥന, റിക്വസ്റ്റാണ്. ഇല്ല എന്ന് അത് പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് രണ്ടാമത് ഈ ഘട്ടത്തിൽ 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞതിനെ കുറിച്ച്